ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ ഞാൻ ഗരം മസാലയൊന്നും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഏകദേശം 1 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 3/4 കപ്പോളം ചെറിയ ഉള്ളിയാണ് കിട്ടിയത്. പിന്നെ ഇത്രയും കഷ്ണം ഇഞ്ചി, പിന്നെ ഇത്രയും അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കണം. ആദ്യം ഞാൻ വെളുത്തുള്ളി ചതയ്ക്കാം, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അരയ്ക്കുന്നതിനേക്കാൾ നല്ലത് ചതച്ചെടുക്കുന്നതായിരിക്കും. നമുക്ക് ചിക്കൻ ഒന്ന് കഴുകി കൊണ്ടുവരാം. ഞാനിവിടെ ഒരു 1/2 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം കുറച്ച് നേരം വെള്ളം വാലാൻ വെക്കണം. അപ്പോൾ ഇപ്പോൾ ചിക്കൻ ഒന്ന് നന്നായി, ആ സമയം കൊണ്ട് നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് പാൻ ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക, ഏകദേശം 1 ടീസ്പൂണോളം. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, ചതച്ച വെളുത്തുള്ളി ഒരു 2-3 അല്ലയിട്ട് ഒന്ന് ചെറുതായിട്ട് മൂക്കുന്നവരെ ഒന്ന് വഴറ്റാം. ഒരു ചെറുതായിട്ട് മൂത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടണം. ഇനി നന്നായി ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചേക്കാം. ഈ മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ചിക്കൻ കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ. ഇപ്പോൾ ചിക്കനകത്ത് മസാലയൊക്കെ ഒന്ന് നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ചതച്ച വെളുത്തുള്ളി, കടുക് വറുക്കാൻ വേണ്ടിയിട്ട് 2 വറ്റൽമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും. അപ്പോൾ ഒരു പാൻ വെച്ച് പാൻ ചൂടായ ശേഷം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് ഒന്ന് പൊട്ടിക്കാം. ഞാനിവിടെ 2 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടുന്തോറും നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് കൂടുന്നതാണ്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഒരു 2-3 സെക്കൻഡ് ഒന്ന് മൂത്താൽ മാത്രം മതി. ഒരുപാട് വഴട്ടുക ഒന്നും വേണ്ട. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ഇട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കറിക്ക് നമ്മൾ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഞാൻ ഗരം മസാലയൊന്നും ഇട്ടിട്ടില്ല. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ചിക്കൻ വേവുന്നത് വരെ കുക്ക് ചെയ്യാം. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ചിക്കനിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വേവുന്നതാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്.
ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.